കൊന്നിച്ചോ മീനസാൻ നമ്മുടെ വൺ പീസിന്റെ ചാപ്റ്ററായുള്ള 1190 മലയാളം മാങ്ക എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ചാപ്റ്ററിന് വേണ്ടി എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. സോ ഈ ചാപ്റ്ററിന്റെ കവർ പേജിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ഷാങ്സിനെ ലൂഫിനാണ് കാണാൻ സാധിക്കുന്നത്. അവർ രണ്ടുപേരും കുറച്ചധികം മീനൊക്കെ ഗ്രിൽ ചെയ്തുകൊണ്ട് കഴിക്കാൻ വേണ്ടി പോകുകയാണ്. ആൻഡ് ഈ ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് വൺ ഹൂസ് ഡെത്ത് ഈസ് സെലിബ്രേറ്റഡ് എന്നാണ്. അങ്ങനെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്തെ തന്നെ ഇമോട്ട് ആ ഒരു മാസീവ് അറ്റാക്ക് ചെയ്തെങ്കിലും നമ്മുടെ ഗബൻ കറക്റ്റ് സമയത്ത് അവിടേക്ക് വന്ന് ആ ഒരു അറ്റാക്കിനെ കംപ്ലീറ്റ്ലി അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തു. ഇമു ഒന്ന് സർപ്രൈസ് ആയി, പക്ഷേ ഗബൻ ചിരിച്ചുകൊണ്ട് തന്നെ അവിടെ നിൽക്കുകയായിരുന്നു. എന്നാൽ ആ ഒരു അറ്റാക്കിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് തന്നെ ബാക്കിലുണ്ടായിരുന്ന ലൂഫിനെ തറച്ചേറ്റിയ ആ ഒരു വലിയൊരു കുറ്റി അതെല്ലാം തന്നെ മുറിഞ്ഞ് പല കഷ്ണങ്ങളായി. ലൂഫി ഉണ്ടായിരുന്ന ആ ഒരു കഷ്ണം നേരെ ബാക്കിലേക്ക് തെറിച്ച് വീഴുകയും ചെയ്തു. നമ്മുടെ ഇമോ അവിടെ ചെറുതായിട്ട് കഥക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ലൂഫി അവിടെ പോയി ഇടിച്ച് വീഴുകയും അവന്റെ ശരീരത്തുണ്ടായിരുന്ന ആ 2 ഷോട്ട്സും നേരെ പുറത്തേക്ക് വരികയും ചെയ്തു. പെട്ടെന്നാണ് വേദന കൊണ്ട് നമ്മുടെ ലൂഫി കിടന്ന് കാറാൻ തുടങ്ങിയത്. എന്നാൽ അതേസമയം ഇവ പെട്ടെന്ന് ചാടി ഗബാനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കി. എന്നാൽ അവൻ വളരെ നിസ്സാരമായി തന്നെ അത് ഡോട്ട് ചെയ്തു. എന്തൊരു രൂപമാണടാ നിന്റേത്, നീ എന്തായാലും ഈ ലോകത്തുള്ളതല്ലെന്ന് പറഞ്ഞു ഗബാനട്ടെ ആ ഒരു ആഡംസ്ട്രയുടെ മുകളിലേക്ക് ചാടി ആ ഒരു അറ്റാക്ക് ഡോഡ്ജ് ചെയ്തിരുന്നു. അത് ചോദിക്കാൻ നീ ആരാണ്? ഈ ലോകത്തിനെ കുറിച്ച് മനസ്സിലാക്കിയ ഒരാൾ. എന്നിട്ട് നേരെ നിലത്തേക്ക് വന്നു. പക്ഷേ ഇമുന്റെ നേരെയല്ലായിരുന്നു, പകരം മറ്റൊരു സൈഡിലേക്കാണ് അവൻ നടന്നത്. നേരെ ചെന്നത് ലൂഫിയുടെ നേരെയാണ്. ലൂഫി വേദന കൊണ്ട് കിടന്ന് കാറുകയായിരിക്കും. സ്ട്രോ ഹാറ്റ് ലൂഫി, എഴുന്നേക്കാൻ നോക്ക്. ഇല്ല, എനിക്ക് വേദനിക്കുന്നു. നീ കംപ്ലീറ്റ്ലി എന്റെ പ്രതീക്ഷ തെറ്റിച്ചിരിക്കുന്നു. മേലാത്ത ഒരു ഇഞ്ചേർഡ് ആയിട്ടുള്ള ഓൾഡ് മാൻ വന്ന് നിന്നെ രക്ഷിക്കേണ്ടി വന്നല്ലോ. നിനക്കെന്താടാ നാണമില്ലേ? ഒരു ഷൈനി വൈറ്റ് ഫോമും കിട്ടി, അതിലുപരി ഒരു എംബററുമായി. എന്നിട്ട് പോലും ഇതേ സമയം ലൂഫി നന്നായിട്ട് കിടന്ന് കാറുന്നുണ്ടായിരുന്നു. കിടന്ന് അഹങ്കരിക്കല്ലേ, വിട്, എന്നെ വിട്, എനിക്ക് വേദനിക്കുന്നു. അപ്പൊ എന്താ, നിനക്കിവിടെ കിടന്ന് ചാകണം? വേണ്ട, എനിക്ക് മരിക്കണ്ട, എന്നെ വിട്. നീ ശരിക്കും പത്തറ്റിക്കാണ് ലൂഫി. നീ ഇവിടെ കിടന്ന് വീണ്ടും ഇങ്ങനെ കരഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? എനിക്ക് എന്റെ കൂട്ടുകാരുടെ വീട് രക്ഷിക്കാൻ പറ്റത്തില്ല. ഹാ, അത് തന്നെ. അപ്പൊ നിനക്കറിയാം നിന്റെ ക്രൂവിന് എന്ത് സംഭവിക്കും? അവരെല്ലാം അപകടത്തിലാകും. നിനക്കെല്ലാം തന്നെ അറിയാം. എങ്കിൽ ഞാനീ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോളൂ. നീ ഇനി കടലിലേക്ക് പോകാൻ നേരത്ത് ഇതിൽ കൂടുതൽ ശത്രുക്കൾ നിന്നെ തേടി വരും. ഈ കിങ് ഓഫ് ദി പാർട്ട് എന്ന ആ ഒരു പദവിയുടെ മരണം കാണാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്. കാര്യം അവർക്ക് ആ ഒരു ത്രോൺ കയ്യേറാനായിട്ട്. ഇതേ സമയം ലുഫി നന്നായിട്ട് കിടന്ന് കാറുന്നുണ്ട്. സോ നിന്റെ ഉള്ളിൽ ഇപ്പോഴും ആ കരയുന്ന കൊച്ചു കുഞ്ഞാണെങ്കിൽ മര്യാദക്ക് തിരിച്ച് വീട്ടിൽ പോകുന്നതാണ് നല്ലത്. എനിക്ക് വേദനിക്കുന്നു. നിന്നെ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമില്ലെങ്കിൽ നീ എന്റെ വട്ടം വരേണ്ട കാര്യമെന്ന് പറഞ്ഞ് ലൂഫിനെ ഗബൻ എടുത്ത് ദൂരത്തേക്ക് എറിഞ്ഞു. അവൻ തട്ടിത്തെറിച്ച് വീഴിയെ അവൻ വേദന കൊണ്ട് കിടന്ന് കാറുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇമു കണ്ടുകൊണ്ട് അവിടെ നിൽക്കും. നാശം കിളവാ ഇത്, ഞാൻ കാണിച്ചു തരാം എനിക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ അപ്പോഴേക്കും തന്റെ ആക്സ് എടുത്ത് പിടിച്ചിട്ട് പെട്ടെന്ന് ഒരു നെയിംഡ് അറ്റാക്ക് ഇമുവിന്റെ നേരെ ചെന്നു. ആ സമയത്താണ് ഇമു ചോദിക്കുന്നത്, ഇതൊരു ടെസ്റ്റ് ആണല്ലേ? നിനക്ക് അവനെ കൊല്ലണ്ടേ? അതെ, എനിക്ക് കൊല്ലണം. അവനെ കാണാൻ നേരത്ത് നിനക്ക് മറ്റൊരാളുടെ മുഖമല്ലേ മനസ്സിലേക്ക് വരുന്നത്? ജോയ് ബോയ്. അത് പറഞ്ഞപ്പോൾ തന്നെ ഇമു ശരിക്കും ഞെട്ടി. നീ ആരാണ്? നിനക്ക് ഇമുവിനെ പറ്റി എന്തറിയാന്ന് പറഞ്ഞിട്ട് ഇമു ബോണീറ്റർ എന്ന് പറഞ്ഞ ഒരു ജാപ്പനീസ് സോഡ് അവന്റെ ആ ഒരു ഒമന്റെ അതിന് എടുക്കുകയും ചെയ്തു. നിനക്കിനി എന്തറിയാന്ന് പറഞ്ഞ് പെട്ടെന്ന് ഗബാനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇല്ല, ഇത് ഞാൻ ജോയ് ബോയുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. പിന്നെ നിന്നെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഞാൻ ഇതുവരെ കാണാത്ത പാസ്റ്റിൽ ഒരാളുടെ പുറകെ നിന്നും ഞാൻ പോകത്തൊന്നുമില്ല. പക്ഷേ എൻ്റെ ക്യാപ്റ്റന്റെ സ്വപ്നം അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ ചുമതലയാണ്. ആ ടൈമിൽ തന്നെ ചുമച്ചുകൊണ്ട് നമ്മുടെ ഇമു ചോദിക്കുകയും ചെയ്യും, ക്യാപ്റ്റനോ? എടാ കിളവാ, നീ എന്താണ് കാണിച്ചത്? എനിക്ക് നന്നായിട്ട് വേദനിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ ലൂഫി ഒരു സൈഡിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുവാണ്. ഹീലാകാൻ അവൻ അവനോട് തന്നെ പറയുന്നുണ്ട്. അപ്പോഴാണ് ഇമു ചോദിക്കുന്നത്, പറ, ആരാണ് നിന്റെ ക്യാപ്റ്റൻ? ദ കിങ് ഓഫ് ദി പൈരറ്റ്സ്, ഗോൾഡി റോജർ. അത് പറഞ്ഞപ്പോൾ തന്നെ ഇമു ശരിക്കും ഞെട്ടിത്തെറിച്ചുപോയി. കാര്യം അവനൊരു പർട്ടിക്കുലർ ഓർമ്മയാണ് മനസ്സിലേക്ക് വന്നത്. എനിക്കിതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഡി എന്ന പേരുള്ളൊരുത്തൻ കിങ് ഓഫ് ദി പൈരറ്റ്സ് ആയിരുന്നോ? ആ പേര് ഇനി ആരും കേൾക്കാൻ പാടില്ല, അത് പടരാനും പാടില്ല. പറഞ്ഞത് മനസ്സിലായോ? അപ്പോ അവനല്ലേ ദി ഗോൾഡൻ ഏജ് ഓഫ് പൈറസി തുറന്നു വിട്ടത്? പിന്നെ അവന്റെ ഫോർമർ ക്രൂമേറ്റ് എന്തിനാണ് സ്ട്രോ ഹാറ്റ് ലൂഫിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? അതുകൊള്ള, നിനക്കിതുവരെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കിട്ടിയില്ലേ? സത്യം പറഞ്ഞാൽ അതിന് വല്ല എക്സ്പ്ലനേഷൻ്റെ ആവശ്യമുണ്ടോ? നീ ഒരു കൊച്ചു കുഞ്ഞിനെ ഒരു ശത്രുവായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ
പിന്നെ പെട്ടെന്ന് ഗബാന്റെ മനസ്സിലേക്ക് ഒരു ഓർമ്മ വന്നു. സത്യം പറയാലോ, നമ്മളെ സർപ്പാസ് ചെയ്യുന്ന ഒരാൾ ഉറപ്പായിട്ടും ജനിച്ചിരിക്കും. നമ്മൾ കുറച്ച് നേരത്തെയായി പോയി. പിന്നെ അവരെല്ലാവരും കാണിക്കുന്നുണ്ട് നമ്മുടെ ഗബാന, റൈലി, ക്രോക്കസ്, ഷാങ്ക്സ്, ഓഡൻ ആൻഡ് വൈറ്റ് ബിയർഡ്. എന്നിട്ട് ഗബാൻ പറയും ചെയ്യും, ഞങ്ങൾ കാത്തിരുന്ന വ്യക്തി അവനാണെന്ന് നീ ഇവിടെ ഉറപ്പുവരുത്തിയല്ലേ ചെയ്തത്. ഇതേസമയം ലൂഫിക്ക് മേലെ അതവിടെ കിടക്കുമായിരുന്നു. നിന്റെ പോയിന്റ് അത് ശരിക്കും വാലിഡാണ്. പക്ഷേ കാര്യമില്ലെന്ന് പറഞ്ഞ് അവനെൻ്റെ കയ്യിലേക്ക് ആ ഒരു ബ്ലാക്ക് ഫ്ലെയിംസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ലിറ്ററലി ലൂഫിയുടെ ശരീരത്തേക്ക് ആ ഒരു ഫ്ലെയിംസ് വന്നു. ഇവിടെ ഉണ്ടായതെല്ലാം വെറും കോയിൻസിഡൻസ് കൊണ്ടാണ്. അതിന് ഞാനിവിടെ ഒരു അന്ത്യം വഹിക്കുമെന്ന് പറഞ്ഞപ്പോൾ എടാ വിട്ടിന്ന് പറഞ്ഞ് പെട്ടെന്ന് നടഗബാൻ മുകളിലേക്ക് എടുത്തു ചാടി. ട്രഷർ ട്രീ ആഡം, എന്നോട് ക്ഷമിക്കൂ, ഇതിൻ്റെ അകത്ത് നീ പെട്ടുപോകുമെന്ന് പറഞ്ഞ് അവൻ അറ്റാക്ക് ചെയ്യാനായിട്ട് പോയി. പെട്ടെന്നാണ് ഗബാന്റെ ശരീരം വേദനിച്ചത്. എന്തെങ്കിലും ആട്ടെ, ആ സമയത്ത് തന്നെ നമ്മുടെ ലൂഫി പതുക്കെ എഴുന്നേക്കാൻ നോക്കുന്നുണ്ട്. നാശം, റൈഡിയുടെ കൂട്ടുകാരാണെങ്കിലും ഞാൻ ഒരിക്കലും അവനോട് പൊറക്കത്തില്ലെന്ന് പറഞ്ഞ് നമ്മുടെ ഇമു സ്റ്റിഗ്മ യൂസ് ചെയ്യാൻ പോയപ്പോഴാണ് ഒരു മാസീവായുള്ള നീംഡ് അറ്റാക്ക് ഗബാൻ യൂസ് ചെയ്തത്. ലിറ്ററലി ആ സ്ഥലത്തിന് തന്നെ അത് പിടിച്ച് കുലുക്കി. അവരിരുന്ന ആ ഒരു ബ്രാഞ്ച് ലിറ്ററലി രണ്ടായിട്ട് മുറിഞ്ഞുപോയി. നമ്മുടെ ഇമു ചെറുതായിട്ട് സ്ട്രഗിൾ ചെയ്യാനായിട്ട് തുടങ്ങി. വയസ്സായെങ്കിൽ എന്താ, പൈലറ്റ്സ് ക്രൂയിലെ ഒരു മെമ്പർ പൈലറ്റ് കിങ്ങിന്റെ ക്രൂ തന്നെയല്ലേ. അങ്ങനെയാണോ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്നിട്ട് വീണ്ടും ഗബാൻ മാസീവായുള്ള കുറച്ചധികം സ്ലാഷസ് അങ്ങോട്ട് ചെയ്തു. ഇതേ സമയം റിലം ഓഫ് ഡെഡിലേക്ക് ആ വലിയ ആഡംസ്ട്രീയുടെ കൊമ്പുകൾ നിലത്തേക്ക് വീഴുകയായിരുന്നു. സത്യം പറഞ്ഞാൽ അത് വന്ന് വീണ് ഒരു ഹ്യൂജായുള്ള എക്സ്പ്ലോഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ റിലം ഓഫ് സണ്ണി നമ്മുടെ ലോക്കി കിടപ്പുണ്ടല്ലോ, ഗർഡായിട്ട് അവനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അല്ല, അതെന്താണ് ലൂഫിയാണോ ചെയ്തതെന്ന് നമ്മുടെ നാമി ചോദിക്കും. അപ്പോഴാണ് ഉസോപ്പ് പറയുന്നത്, അല്ല, അത് അത് മറ്റാരോ ആണ്, ശരിക്കും സ്ട്രോങ്ങറായ മറ്റാരോ ആണെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ഗബാൻ നിലത്ത് കിടക്കുന്നതാണ്. ഗബാന്റെ ഒരു കൈ പൂർണ്ണമായിട്ടും മുറിഞ്ഞ് പോയിരുന്നു. ആൻഡ് ആ ഒരു കാഴ്ച കണ്ട് ലൂഫി ഞെട്ടിത്തെറിച്ച് ഓൾഡ് മാൻ എന്ന് വിളിക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, അങ്ങനെ വൺ പീസിന്റെ ചാപ്റ്ററുള്ള 1190 ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വീക്ക് ബ്രേക്കാണ് അൺഫോർച്ചുനേറ്റ്ലി. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ചാപ്റ്റർ കാണുന്നതല്ല, അടുത്ത ആഴ്ചയായിരിക്കും നമ്മൾക്ക് കിട്ടാൻ പോകുന്നത്.